ഹലോ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോണത് വൈറ്റമിൻസും പ്രോട്ടീൻസും അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ഓട്സ് ഓംലെറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ അതുപോലെ ഡിന്നറായിട്ടോ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ എടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചിലവർക്ക് ഓട്സ് അത്ര വയറ്റിന് പിടിക്കില്ല, ഗ്യാസ്ട്രിക് ഇഷ്യൂസും അതുപോലെ ഡൈജഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഫസ്റ്റ് നമ്മൾ ഓട്സ് റോസ്റ്റ് ചെയ്യണത്. ഒന്നില്ലെങ്കിൽ ഓട്സ് റോസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ റോൾഡ് ഓട്സ് തന്നെ നോക്കി വാങ്ങിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾഡ് ഓട്സിലാണ് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത്. ഓട്സ് റോസ്റ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓട്സ് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചാൽ ചൂട് കൂടിപ്പോവും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കണം. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു 1/4 ഭാഗം തക്കാളി കുരു കളഞ്ഞത് ചെറുതായിട്ട് മുറിച്ചതെടുക്കാം. അതുപോലെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു 2 ടീസ്പൂൺ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാലാണ്. ഓട്സ് പൊടിച്ച ശേഷം നമ്മൾ ഈ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു 1/4 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ അതിലേക്ക് എത്ര ആവശ്യമാണെന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഒഴിച്ച് നല്ല ലൂസ് ബാറ്ററാക്കി എടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയാണ്. ഒരു ഫുൾ മുട്ടയും 2 മുട്ടയുടെ വെള്ളയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഓട്സ് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഓട്സ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ലൂസ് ബാറ്റർ ആക്കണം. കാരണം ഒരു 2 മിനിറ്റ് നമ്മൾ ഓട്സ് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല കട്ടിയാവും, കുറുക്ക് പോലെയാവും. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച എല്ലാ പച്ചക്കറികളും പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഒരു വെജ് സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡോ ഏതെങ്കിലും എടുത്താൽ മതി. ഓൾറെഡി വെജിറ്റബിൾസ് ചേർത്ത കാരണം ഫ്രൂട്ട് സാലഡ് എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഓട്സും വെജിറ്റബിൾസും ഇട്ടതിൽ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ മുട്ടയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മുട്ട ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പാട നീക്കിയ പശുമ്പാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റും ഹെൽത്തി തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴാണ്. നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്.
ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു തവ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ പച്ചക്കറികളും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അടി നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.